പി കൃഷ്ണപിള്ള അനുസ്മരണത്തിന് ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ജി സുധാകരൻ. VS-ന് വയ്യാതായ ശേഷം താനായിരുന്നു ഉദ്ഘാടകൻ. മാറ്റമുണ്ടായത് ഇത്തവണയെന്ന് ജി സുധാകരൻ പറഞ്ഞു. താമസിച്ചാണ് പരിപാടി കഴിഞ്ഞെന്നുള്ള വിവരമൊന്നും പറഞ്ഞില്ല, എന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് എന്താ പ്രതിഷ്ഠ പുതുക്കേണ്ട ഒരു ആവശ്യമാണെന്ന് തോന്നുന്നതുകൊണ്ട് ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ വർഷം വരെ ഞാനില്ലേ ഇത്, അതിനിടയ്ക്ക് സംഭവ വികാസം ഒന്നും ഉണ്ടായില്ല. അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ ഒരു 4-5 വർഷം ഞാനാണ് ഉദ്ഘാടനം. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവായതിനു ശേഷവും ജില്ലാ കമ്മിറ്റി എന്നെ കൊണ്ടാണ് ചെയ്യിച്ചത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 27-ന് ഈ ദീപശിഖ കൊളുത്തുന്ന പരിപാടി VS-ന് ആവാതായതിനു ശേഷം എന്നെ കൊണ്ടായി. കഴിഞ്ഞ വർഷം വരെ വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ജില്ലയിലെ ഇന്ന് പാർട്ടി മെമ്പർഷിപ്പ് ഏറ്റവും സീനിയർ മോസ്റ്റ് 62 വർഷമായി പാർട്ടി മെമ്പറാണ്. വേറെ ആരും ഇന്നത്തെ ജില്ലാ നേതൃത്വത്തിൽ അതിനടുത്ത മുകളിലവരാരുമില്ല. അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കും അങ്ങനെ മുമ്പ് തീരുമാനിച്ചത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രഘു, കടുത്ത പ്രതിഷേധവും പരിഭവമുണ്ട് ജി സുധാകരന്. വലിയ ചുടുകാട്ടിലേക്ക് പോകാൻ തനിക്ക് ആലഭാരങ്ങൾ വേണ്ടതില്ല എന്ന പ്രഖ്യാപനമാണ്. ഓട്ടോറിക്ഷയിലുള്ള വരവും അവിടെ നിന്നുള്ള അഭിവാദ്യവുമൊക്കെ അദ്ദേഹം തന്നെ എടുത്തു പറയാനുള്ളതാണ്. താൻ രക്തസാക്ഷി കുടുംബമാണ് എന്നുള്ളത്. പ്രതിരോധത്തിന്റെ എപ്പോഴൊക്കെ അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ അദ്ദേഹം പറയാറുള്ള ഒന്നാണ്. രക്തസാക്ഷി കുടുംബത്തിലെ നേതാവ് എന്നതിനപ്പുറം ജി സുധാകരൻ CPM-ന്റെ മുതിർന്ന നേതാവാണ്. രക്തസാക്ഷി കുടുംബത്തിൻ്റെ പരിവേഷമില്ലെങ്കിൽ പോലും ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തനം കൊണ്ട് പാർട്ടിയിൽ ഇടം പിടിച്ച ഒരു നേതാവാണ് എന്ന് മാത്രവുമല്ല, 4 പതിറ്റാണ്ടിലധികം കാലം ആലപ്പുഴ ജില്ലയിലെ CPM-ന്റെ അവസാന വാക്കായിരുന്നു ജി സുധാകരൻ. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടിയുമായി, പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വവുമായി അത്ര നല്ല അടുപ്പത്തിലല്ല. ജില്ലാ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പങ്കെടുത്തില്ല. പല ഘട്ടത്തിലും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾക്കെതിരെ അദ്ദേഹം പരസ്യമായ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ പി കൃഷ്ണപിള്ള ഓർമ്മ ദിനത്തിലും അദ്ദേഹത്തിൻ്റെ അതൃപ്തി പരസ്യമാക്കിയത്. കഴിഞ്ഞ തൊട്ട് മുൻപിലത്തെ ഓർമ്മ ദിവസം വരെ അദ്ദേഹമായിരുന്നു വലിയ ചുടുകാട്ടിൽ നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം. എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ ആ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CITU നേതാവ് എളമരം കരീം, സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള CPI-യുടെയും CPM-ന്റെ മുതിർന്ന നേതാക്കളെല്ലാം അവിടെ നടന്നിരുന്ന ഔദ്യോഗികമായ അനുസ്മരണത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ശേഷമാണ് സാധാരണ നിലയിൽ ഈ നമ്മുടെ ആലപ്പുഴ ടൗണിലെയൊക്കെ പരിപാടിക്ക് ജി സുധാകരൻ വരുന്ന ഒരു വാഗണാർ കാറിലാണ്, അദ്ദേഹത്തിൻ്റെ കാറിൽ. എന്നാൽ ഇന്ന് ചോദിച്ചപ്പോൾ ഗൺമാനും ഡ്രൈവറും ഒന്നും വന്നില്ല. അതുകൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യർ വരുന്നത് പോലെ ഒരു ഓട്ടോ വിളിച്ച് അദ്ദേഹം വലിയ ചുടുകാട്ടിലെത്തി രക്തസാക്ഷികൾക്കും പി കൃഷ്ണപിള്ളയ്ക്കും VS അച്യുതാനന്ദനും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് അന്ത്യോപചാരം അർപ്പിച്ച ശേഷം അദ്ദേഹം ഓട്ടോയിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തന്നെയാണ് അദ്ദേഹം പോയത്. അവിടെ എന്തോ ഒരു ഔദ്യോഗികമായ പരിപാടിയുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയതും. പക്ഷേ അദ്ദേഹത്തെ ക്ഷണിക്കാത്തതിലുള്ള അതൃപ്തി പി കൃഷ്ണപിള്ള ഓർമ്മദിനത്തിൽ ആ പരിപാടി CPM-ഉം CPI-യും ചേർന്ന് നടക്കുന്ന ഔദ്യോഗിക പരിപാടിയിലേക്ക് ജില്ലയിലെ മുതിർന്ന നേതാവായിട്ടും ക്ഷണിക്കാത്തതിലുള്ള അതൃപ്തിയാണ് ജി സുധാകരൻ പരസ്യമാക്കിയത്.